മെക്സിക്കോയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് മായൻ കൾച്ചറിന്റെ അവശേഷിപ്പായി നിലനിന്നു പോരുന്ന ചിച്ചൻ ഇറ്റ്സ എന്ന പിരമിഡിലേക്കാണ്. ഇത് ലോകത്തിൽ തന്നെയുള്ള പിരമിഡുകളിൽ ഏറ്റവും വലിയ പിരമിഡിൽ ഒന്നാണ്. എന്നാൽ പുറം ലോകം മായൻ കൾച്ചറിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പിരമിഡിനെക്കുറിച്ചോ അധികം അറിഞ്ഞിട്ടില്ല. നല്ല ഒരു തെളിഞ്ഞ പ്രഭാതമാണ്. സാധാരണ പോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാർ എൻ്റെ ഒപ്പമുണ്ട്. ക്യാൻകൂണിൽ നിന്ന് വളരെയധികം ദൂരം സഞ്ചരിച്ച് നമ്മളിപ്പോൾ മെക്സിക്കോയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. കുടിൽ വ്യവസായത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളാണ് നമ്മൾ വഴിവക്കിൽ കാണുന്നത്. ഇവിടെയുള്ള കരകൗശല വസ്തുക്കൾ കാണുമ്പോൾ പൂർണ്ണമായും അത് ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കി നിർമ്മിച്ചിട്ടുള്ളവയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. പ്ലാസ്റ്റിക്, ഫൈബർ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പുരാതന ഗ്രാമാന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ കണ്ണുകൾ ഇവിടുത്തെ ആളുകളെയാണ് തിരയുന്നത്. ഇവിടെ അധികം മനുഷ്യരെ കാണാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചു. ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനുള്ള നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലങ്ങൾ ഒക്കെ വിജനമായി കിടക്കുന്നവയാണ്. നിസാൻ്റെ പഴയകാല സെഡാൻ കാറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളെ പോലെയല്ല. ഈ ഗ്രാമാന്തരീക്ഷത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഒരു പഴമയുടെ പ്രത്യേകത. ഇതുവരെ എങ്ങും കണ്ടിട്ടില്ലാത്ത എന്തോ ഒന്ന്. പുല്ല് വിരിച്ച വീടുകളും കോൺക്രീറ്റ് ചെയ്ത വീടുകളും ഷീറ്റിട്ട വീടുകളും എല്ലാം നമുക്ക് ഒരേ നിരയിൽ കാണാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. വിരലിൽ എണ്ണാവുന്ന മനുഷ്യരെ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അത് എന്നെ ഏറെ അതിശയിപ്പിക്കുന്നുണ്ട്. ഹർത്താലോ പണിമുടക്കോ ഒക്കെ വന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കാഴ്ച കാണാൻ സാധിക്കൂ. മെക്സിക്കോയുടെ ഈ ഗ്രാമപ്രദേശത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്ന വാഹനങ്ങളെല്ലാം കുറച്ച് പഴമയുള്ള വാഹനങ്ങളാണ്. വളരെ സങ്കീർണമായ ഒരു വലിയ സംസ്കാരം ഒരു കാലത്ത് നിലനിന്നു പോന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. നമ്മളിപ്പോൾ ചിച്ചൻ ഇറ്റ്സയുടെ ആ വലിയ പിരമിഡിൻ്റെ സമീപത്ത് എത്തിയിരിക്കുന്നു. മെക്സിക്കോയിലെ യുക്കറ്റാൻ പെനിൻസുലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടൂറിസ്റ്റ് വാഹനങ്ങളെല്ലാം അവിടെ സമീപത്തായി മാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വെയിലിന് നല്ല തീക്ഷ്ണതയാണ്, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ തൊപ്പികൾ വാങ്ങി ധരിച്ചിട്ടുണ്ട്. കോഫി ഷോപ്പുകൾ, ഐസ്ക്രീം പാർലറുകൾ, മെഡിക്കൽ ഷോപ്പുകൾ അങ്ങനെ തുടങ്ങി ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മായൻ കൾച്ചറിനെക്കുറിച്ചും ചിച്ചൻ ഇറ്റ്സയെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. 548 മെക്സിക്കൻ പെസോയാണ് ഒരു എൻട്രി ടിക്കറ്റിന്. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും കരകൗശല വസ്തുക്കളുടെ ഒരു വലിയ ശേഖരം. പ്ലാസ്റ്റിക്, റബ്ബർ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ടൂറിസം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കി ഒരു നാട് അതിൻ്റെ തനതായ രീതിയിലുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലോ അതിൻ്റെ വ്യാപാരത്തിലോ എന്തിനാണ് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒന്നാണ് അത്. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ പ്ലാസ്റ്റിക് ഒഴിച്ചു നിർത്തി മറ്റ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന തനതായ വസ്തുക്കൾ ഉപയോഗിച്ച് ഇവ നിർമ്മിക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി പ്രത്യേകതയുണ്ടാവും. അങ്ങ് ദൂരെയായി കാണുന്ന ആ വലിയ പിരമിഡ് ആണ് കുക്കുൽക്കാൻ. മായൻ സംസ്കാരത്തിന് കീഴെ ഏകദേശം 100ഓളം പുരുഷന്മാരെ 500 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സംസ്കരിച്ചതായി കഥകൾ വായിച്ചിട്ടുണ്ട്. ഇവരുടെയൊന്നും മരണകാരണം വ്യക്തമല്ല.
See, we don't have a lot of shades in this place, but I called this morning early to get this shade for you. Okay, if you are agreed, we're going to start with information. Every day, at the end of the tour, the people told me our time at the archaeological site is a short time. And it is, because we have a lot of information for you. But I'm going to try to provide you the most important information in order to give you 1 hour, 45 minutes free to walk by yourself and take a look at pictures. Okay? If you are agreed, we're going to start. In front of you, the main structure, the famous pyramid. But let me tell you, geometrical size is not a pyramid because we have a flat roof. But the people call the pyramid, the castle, the Kukulkan castle, or Kukulkan temple. Thousands of Mayan persons at the same place in front of the same structure. This will around the sun, but they believe the sun is going by. According to the Mayans, the sun has a 3 important points. ഇവിടെ നിന്ന് കൈയടിക്കുന്ന അതേപോലെ തന്നെ സൗണ്ട് മേളിൽ നിന്ന് കേൾക്കാം. A small group, elite class, people with the right to the studies and of course with the knowledge. This small group has a control above to the rest of the people because the rest of the people, they were analphabet. They opened the doors of the city, the workers are right here, and this small group said, take a seat. You're gonna see that our main god come back from the top to the temple to this land. It was, in back in those days, a kind of control, a kind of manipulation by the religion. Like in our days. Nothing changed. But well, now you have a very clear idea. In the right hand side is a circle. In the left hand side is a square. Can you see it? Is the rain Mayan god. Some months ago, with a Spanish-speaking group, some kid asked me, is a SpongeBob SquarePants? It's not. Is the rain Mayan god. Chai. But why? In the right-hand side is a circle, in another side is a square. According to the Mayans, the time is a cycle. They believe all the different events will repeat every 52 years. In our days, the time is like a line. We have before and after Christ, and we have all the history. The Mayans believe all the different events will repeat every 52 years. It's the famous cycle of the Mayans. But why every 52 years? No more, no less. Every 52 years. Some idea why? No? The NASA said the Mayan calendar is considered the most accurate calendar around the world. Why? Because it's not just one calendar, are 2 calendars working together. Sun Mayan calendar, 365 days. It's smaller, just 260 days. Those calendars work together as a gears. Day 1, day 2, day 3, day 4, day 5, day 58, day 59, 260. In that moment, the moon calendar go back to the day 1. But sun calendar is in a 261. Day 2 with a 262, day 3 with a 263. How many times do you think we have to wait the calendar match together again? Every 52 years. Can you listen? In what direction can you listen? In front? In front to you? Right hand. Okay. The right hand side. How about you? Can you listen? Now I'm gonna clap it. Can you listen? Yeah. Amazing. Now I have a question for you. Hola. Hola. Hey. Hey. What happened with the sound? Echo. It's not echo because the echo is the same sound repeat many times. And you can hear that. Yeah. You can hear that too. That's crazy. But I'm do it in the inverse way, from here to there. In Baqueto says the priest on the top of the video. In Baqueto says, for sure, it was something amazing. We're gonna go to the shade, but before, let me show you representation of the snakes. Warrior's Temple, maybe the most important religious temple in Baqueto says. The archaeology is called a Warrior's Temple because, all right. We have a jaguars, we have a deer, we have a wild horse, but not close to the people live inside to the jungle. You're gonna listen to a jaguar. I told you, don't ask. Don't worry about it. One more time. A stone, different size, different shape. They put a stone mountain, and you can see the block of stone carving is just a color. Can you see it? More representation of the snakes.
When the Spanish arrived here, they said that they're chronics. We can understand why the Mayan people worship the snake, why the Mayan people worship the gods of the sky and worship the gods underground too. We can understand why the Mayan people are making a human question. In that movie, it's possible to see it. The Mayan people making a human sacrifice on the top of the pyramid. Up there, they cut the head of the person, and the head fall down by a staircase from the top to the bottom. The next person going to the human sacrifice with a scared face. You know, blood everywhere. Very nice. Of course, it's not true. The Mayans, they never made a human sacrifice on the top of the pyramid. This is just Hollywood. The ancient Mayans made a human sacrifice, of course, and excited. The truth is, those persons have to be prepared psychologically, spiritually, and religiously. When they arrive here, before to go to the sacrifice place, they went to the south part of the city. And they put those persons inside to the Temazcal. Temazcal is like a steam room, like a sauna. They believe with the high temperatures, they purify the body of the person. At the same time, generation, but no, in like a. Which century they built it, this one? Chichen Itza has two different periods, 400 to 600 after Christ. Then, for some reason, they abandoned the city. The Mayans went to the central part of my country. At the same time, the Toltecs came from the Tula Hidalgo, very close to Mexico City. They make a mixed blood and then come back to build the second part of Chichen Itza for 600 to 1,250 after Christ. It's not before the Christ, isn't it? Before the Christ. Before the Christ. After Christ. After Christ, at 400th century and 600th century. And so Mayan people used to climb the top and do the human sacrifice. No. They never made a human sacrifice on the pyramid. I told you. They made a human sacrifice in the water center. Why? In this place, just the priests with their staff on the top. To the preach. rest of the people in To this preach place. and worship. And there they used to do the human sacrifices. Isn't it? So what sort of sacrifice they do? They cut the. They bend it down and cut the. Cut They made in that place, and the archaeology is called a warrior's temple because it's possible to see the warriors carving. How often used to do that? We don't have enough information, but could be maybe equinox and solstice. വാ ഹലോ ഫ്രണ്ട്സ്, ഇതിന് ഒത്തിരി ഹിസ്റ്ററികൾ ഉറങ്ങുന്ന ഒരു സംഭവമാണ് കേട്ടോ ചിച്ചൻ ഇറ്റ്സ. ഇതിന് 9 സ്റ്റെപ്സ് ആണുള്ളത്. 9 സ്റ്റെപ്സ്. ഇതിന് ഈ ഓരോ ബോക്സിലും 3 ബോക്സസ് കാണാം. അപ്പം 9 3 27. ആ ഏറ്റവും മേളത്തിനുള്ളത് 2 ഉള്ളൂ. അപ്പോൾ 26. അപ്പോൾ രണ്ട് സൈഡിലും 26 52. ഇവന്മാർ ഭയങ്കര കണക്കന്മാരായിരുന്നു പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു ടെക്നിക്കൽ സൈഡെന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ 14 അതുപോലെ മാർച്ച് 8 കറക്റ്റ് ഡേറ്റ് കാണുമെന്ന് എനിക്ക് കൃത്യം ഉറപ്പില്ല. ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൽ രാവിലെ മോർണിംഗിൽ ഒരു സണ്ണിൻ്റെ ഷേപ്പിൽ, കാരണം ഓരോ കോർണർ ആംഗിൾ വരുമ്പം ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ തല ഇവിടെ താഴെ സ്നേക്കിൻ്റെ പോലൊരു സംഭവമുണ്ട്. ഒരു ഹെഡ് കോൺക്രീറ്റ് കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സൈഡിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ആംഗിൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് എല്ലാ ഈ മാർച്ച് 8 സെപ്റ്റംബർ 24 ഈ രാവിലെ 5:30 ഇതിൻ്റെ ഷെയ്ഡ് ഇതിൽ പതിയും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിന് മേളിൽ അതുപോലെ തന്നെ ഈ ഷെയ്ഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ എല്ലാ വർഷവും ഒരു ഭയങ്കര ഉത്സവം നടക്കുന്നുണ്ട് ഈ 2 പ്രാവശ്യം, മാർച്ചിൽ 8 സെപ്റ്റംബർ 24. പിന്നെ ഇവിടെ 400th സെഞ്ച്വറിയിലാണ് ഇത് തുടങ്ങിയത്. പിന്നെ 2 പ്രാവശ്യം 400th 600th സെഞ്ച്വറി ക്രിസ്തുവിന് മുമ്പും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വാരിങ്കൽ വേ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഹ്യൂമൻ സാക്രിഫൈസ് നടന്നത്. അതായത് എന്നു വെച്ചാൽ മനുഷ്യനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ട്, ആ സംഭവത്തിൽ എനിക്ക് അത്ര ക്ലിയറായിട്ട് മനസ്സിലായില്ല അവർ പറഞ്ഞെന്താന്ന്. ആ കോൺക്രീറ്റ് ഇതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ആൾക്കാരെ കിടത്തിയിട്ട് നമ്മുടെ റിബ്സിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ട് മേളിൽ ഹാർട്ട് എടുത്തിട്ട് അത് ഇവർ പ്രത്യേക കെമിക്കൽ വെച്ച് ഇത് ആ ബോഡീനെ ചുട്ട് ഇരിക്കുമായിരുന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വസമക്കുണ്ടിലിടും, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എപ്പോൾ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നതാണ് ഈ വാരിങ്കൽ. ഇവിടെയാണ് ഞാൻ ചോദിച്ചു സ്പാനിഷ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അങ്ങനെ പറഞ്ഞത്. ഗൂഗിളിൽ ഇതിനകത്ത് അത്ര വലിയ ഇൻഫർമേഷൻ ഒന്നുമില്ല. ഞാൻ അതിനകത്ത് കുറേ കാര്യങ്ങൾ നോക്കിയായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇൻഫർമേഷൻ. ഇതിൻ്റെ സൈഡിലുള്ള ഒരു വാരിയർ വേ എന്ന് പറയുന്ന സംഭവമാണ്. ഇതിൻ്റെ എക്സ്പ്ലോറേഷൻ സമയത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇടിഞ്ഞു പോയെന്നാണ് പറയുന്നത്. ഇവിടെയാണ് മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ടിരുന്ന സ്ഥലം. മനുഷ്യക്കുരുതി നടത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഹാർട്ട് എടുത്തിട്ട് ഒരു ചുട്ട് കളയുന്ന ഒരു ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുമായിരുന്നു പറഞ്ഞു. ഇവിടെ എത്രമാത്രം ചെയ്തു എന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമാണിത്.
ഇവിടെയുള്ള പിരമിഡ് കൂട്ടങ്ങളിൽ ഈ കാണുന്ന പിരമിഡിൻ്റെ പേരാണ് കുക്കുൽഖാൻ. കുക്കുൽഖാൻ എന്ന പേര് ഇവരുടെ ഒരു ആരാധനാമൂർത്തിയുടെ പേരാണ്. ചിച്ചിൻ ഇറ്റ്സ പിരമിഡ് കൂട്ടത്തിൽ ഏറ്റവും നടുവിലുള്ളത് കുക്കുൽഖാനാണ്. ഏറ്റവും വലുതും കുക്കുൽഖാൻ തന്നെയാണ്. കുക്കുൽഖാൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ കൈയടിച്ചാൽ ഒരു പ്രത്യേക പക്ഷിയുടെ ശബ്ദം നമുക്ക് റിഫ്ലക്ഷനായി വരും. ആ പക്ഷിയുടെ പേരാണ് ക്വെറ്റ്സൽ. ഇത് സെൻട്രൽ അമേരിക്കയുടെ ട്രോപ്പിക്കൽ മേഖലകളിൽ കാണപ്പെടുന്ന ഒരുതരം പക്ഷിയാണ്. മായൻ സംസ്കാരത്തെക്കുറിച്ചും ചിച്ചിൻ ഇറ്റ്സ പിരമിഡിനെക്കുറിച്ചും ഒരുപാട് കഥകളും അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് ഈ ചെറിയ വാതിലിൽ കൂടി ഇവിടെ അകത്ത് കയറ്റിക്കൊണ്ടിരുന്നതാണ് ഇതിന് മേളിലേക്ക്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിലുള്ള ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അതുപോലെ ഇത് വേൾഡ് വണ്ടറാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ട്രീയുടെ ഗമ്മ് കൊണ്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ കാൻകൂൺ സിറ്റിയിൽ 1-2 ഇതുപോലെ ബിൽഡിങ്സ് ഉണ്ട് ഇതുപോലെ ഗമ്മിൻ്റെ. അത് ഇവിടെ ഹറിക്കെയിൻ വന്നപ്പോൾ ഇടിഞ്ഞാരെന്ന് പറഞ്ഞ ചെറിയ പോർഷൻ. പക്ഷേ ഇതിന് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അതിൻ്റെ മേളിലുള്ളത് ടെമ്പിളാണ്. ഇതൊരു പ്രീസ്റ്റ് പോലെ ആൾ വന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരേപോലെ സൗണ്ട്, ചെറിയ എക്കോ അല്ല, ഒരു ഇങ്ങനെ ആ രീതിയിൽ എക്കോ അല്ലാത്ത വേറൊരു വിധത്തിലുള്ള ഒരു സൗണ്ട് ആണ് ഇവിടെ വരുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ നിഴലടിക്കുമ്പം ഈ ആംഗിളിൽ നിന്ന് ഓരോ, അതായത് 9ാമത്തും 8ാമത്തെ, ഇത് 9 സ്റ്റെപ്പാണുള്ളത്. ആ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്ന് സൈഡിൽ ഇങ്ങനെ നോക്കുമ്പം ഇതിൻ്റെ ഈ ഭിത്തിയിൽ നമ്മുടെ ഈ വോളയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല സ്നേക്കിൻ്റെ കറക്റ്റായി ഈ വോളിൻ്റെ ഇതുണ്ട്. മേളിലൊരു ആ കല്ലിന് കെട്ടിന് ഒരു സ്നേക്കിൻ്റെ സ്കിന്നിൻ്റെ ഷേപ്പാണല്ലോ. ഒരു കാലത്ത് നമ്മളിൽ നിന്നും വളരെയധികം പ്രത്യേകതകളുള്ള മനുഷ്യർ ജീവിച്ച സ്ഥലമാണിത്. സംസ്കാരത്തിലും പെരുമാറ്റത്തിലും സാമൂഹിക ജീവിതത്തിലും മറ്റ് എല്ലാ കാര്യത്തിലും വളരെയധികം പ്രത്യേകതകളുള്ള മനുഷ്യർ. ചരിത്രകാരന്മാർ പറയുന്നു, ശ്രേണി വ്യവസ്ഥയിലുള്ള സാമൂഹിക ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത്. അതായത് സാമൂഹികവും സാമ്പത്തികവുമായുള്ള ബലത്തിൻ്റെ കാര്യത്തിൽ ഇവർ പലതരം തട്ടുകളിലായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. പ്രകൃതിയിൽ തന്നെയുള്ള പലതിനെയും ബിംബങ്ങളാക്കിയാണ് ഇവർ ആരാധിച്ചു പോന്നിരുന്നത്. കൂടാതെ കായിക പരിശീലനത്തിനുള്ള ഉപാധികളും വിനോദത്തിനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രത്യേക സ്ഥലം വിനോദത്തിനായി മായൻ സംസ്കാരത്തിലുള്ള മനുഷ്യർ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വല്ലലോയിഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. പജലോയിഡ് എന്നൊക്കെ പറയും ഇവിടുത്തെ. ഇവിടെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. 16th സെഞ്ച്വറിയിലെ ഒരു ചർച്ച് ഉണ്ട് ഇവിടെ, ഒരു പഴയ ചർച്ച്. ഇവിടുത്തെ ഈ ബിൽഡിങ്ങിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. പഴയ സ്പാനിഷുകാർ വന്ന് പിടിച്ചടക്കിയപ്പോൾ മുതലുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഹലോ ഗൈസ്, ഈ ബിൽഡിങ്ങിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ചർച്ചിന് 16th സെഞ്ച്വറിയിലെ ചർച്ചാണ്. ഇവിടെ സ്പാനിഷുകാർ പിടിച്ചടക്കുമ്പോൾ ഉള്ള ചർച്ചാണ് ഈ ചർച്ച്. ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. പഴയ മോഡൽ ബിൽഡിങ്ങുകളാണ്. പിങ്ക്, വയലറ്റ്, ഒരു ഗ്രീൻ കളറ് ഒക്കെ അങ്ങനത്തെ ഒരു ബിൽഡിങ്ങുകളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത.
ഫുഡിൻ്റെ ഓരോ സംഭവങ്ങളാണ്. ഡോള കാർഡ് കാർഡ്. മെക്സിക്കോയിലേക്കുള്ള യാത്ര വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. ഇവിടെ വെച്ച് കണ്ടുമുട്ടിയ ആളുകളും അവരുടെ പെരുമാറ്റവും എല്ലാം വളരെ സൗഹാർദ്ദപരമായിരുന്നു. നമ്മൾ ഇന്ന് സഞ്ചരിച്ച ചിച്ചൻ ഇറ്റ്സ പിരമിഡുകളെക്കുറിച്ച് ഒരുപാട് അഭിയോഗങ്ങളും കഥകളും അന്തരീക്ഷത്തിലുണ്ട്. ഇതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എത്രയോ ദശാബ്ദക്കാലത്തിന് മുൻപ് അത്ര വലിയൊരു പിരമിഡ് അത്രയേറെ മികവോടെ അവിടെ നിർമ്മിച്ചത് വളരെയധികം അഭിനന്ദാർഹമാണ്. ഇന്ത്യ ഹൈ ഹലോ ബ്രോ. നമുക്ക് വോൾസ് വാഗൻ്റെ ഒരു 7-8 സീറ്റർ വണ്ടി അവിടെ നിന്ന് കിട്ടിയത്. ഈ യാത്ര പൂർണ്ണമായും മെക്സിക്കോയിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാത്രമായിരുന്നു. അങ്ങനെ മെക്സിക്കോയിലെ യാത്രകൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. എന്നോടൊപ്പമുള്ള ഈ യാത്രയിൽ നിങ്ങൾ പങ്കാളികളാകുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലോസ് ആഞ്ചൽസിൽ വെച്ച് കണ്ടുമുട്ടാം. നന്ദി.